الرحمن الرحيم والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. തഫ്സീറുൽ ജലാലൈനി സൂറത്തുൽ ളുഹ, സൂറത്ത് നമ്പർ 93, മക്കിയത്തുൻ, ഹിജറയുടെ മുമ്പ് അവതരിച്ചതാണ്. 11 ആയത്ത്, 40 കലിമത്തുകൾ, 72 ഹർഫുകൾ. ഇങ്ങനെയാണ് ഖാസിന് 6-ാം വാള്യം 442-ാം പേജിലുള്ളത്. സൂറത്തുൽ ളുഹ യാതൊരു മക്കിയത്തുൻ വ ആയുഹ, ആയത്തിന്റെ ജമ്മ്. അവയുടെ ആയത്തുകൾ 11 ആയത്താണ്. വലമ്മാ നസലത്ത്, ഈ ആയത്തിറങ്ങിയപ്പോൾ, സൂറത്തിറങ്ങിയപ്പോൾ, വലമ്മാ നസലത്ത്, ഈ സൂറത്തിറങ്ങിയപ്പോൾ, കബ്ബറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ ചൊല്ലി, ആഖിറഹ, ഈ സൂറത്തിന്റെ അവസാനത്തിൽ. ഫസുന്ന തക്ബീറു, അപ്പൊ തക്ബീർ സുന്നത്താക്കപ്പെട്ടു. ആഖിറഹ, സുന്ന എന്ന് പറഞ്ഞതിൽ തക്ബീർക്ക് ദമീർ മടങ്ങുന്നുണ്ട്, അതാണ് നായിബ് ഫായിൽ. ആഖിറഹ മഫ്ഊലുൻ ഫീഹി ആണ്. ഫസുന്ന, അപ്പൊ സുന്നത്താക്കപ്പെട്ടു. തക്ബീറു, തക്ബീറിനെ. ആഖിറഹ, ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവസാനം തക്ബീർ ചെല്ലൽ സുന്നത്താണ്. വറുവിയൽ അംറു ബിഹി, അങ്ങനെയുള്ള കൽപ്പന ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഖാത്തിമത്തഹ, ഇതിന്റെ അവസാനം. എന്ത് വേണ്ട, വ ഖാത്തിമത്ത കുല്ലി സൂറത്തിൻ ബഅദഹ, ഈ സൂറത്തിന്റെ ശേഷമുള്ള എല്ലാ സൂറത്തുകൾക്ക് ശേഷവും. വഹുവ, ആ തക്ബീർ അല്ലാഹു അക്ബർ എന്നാണ്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ്. ബഹുമാനപ്പെട്ട അല്ലാമ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അൽ അജ്വിബത്തുൽ അജീബ അനിൽ അസ്ഇലത്തിൽ ഗരീബ എന്ന ഫതാവ ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞു, ഖത്മ് ഉദ്ദേശിക്കുന്ന ആൾക്ക് സൂറത്തു വല്ലുഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെയുള്ള എല്ലാ സൂറത്തുകളുടെയും അവസാനം ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെ പറയല് സുന്നത്താണ്. ഇത് ഖത്മ് തീർക്കുന്നവർക്ക് മാത്രമാണോ? അല്ല, ഈ സൂറത്ത് ഇങ്ങനെ ഓതുന്നവർക്കും എല്ലാവർക്കും സുന്നത്തുണ്ടോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖത്മ് തീർക്കുന്നവർക്ക് മാത്രം പ്രത്യേകമാണ് എന്നുള്ളതാണ് പ്രബലം. അപ്പൊ ഖത്മ് തീർക്കുന്നവർക്ക് 22ഓളം സൂറത്തുണ്ടാകും. സൂറത്ത് വല്ലുഹ മുതൽക്ക് അവസാനം വരെയുള്ള സൂറത്ത്, അതിനാണ് ഖിസ്വാറുൽ മുഫസ്സലാത്ത് എന്ന് പറഞ്ഞത്. ഈ ഓരോ സൂറത്തിന്റെയും അവസാനം തക്ബീർ ചെല്ലല് സുന്നത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ-ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. സൂറത്തുൽ ളുഹ എന്നും പേരുണ്ട്, സൂറത്തു വല്ലുഹ എന്നും പേരുണ്ട്. വാവ് കൂട്ടിയിട്ടേ പേര് രണ്ടായിട്ടുമുണ്ട്. ഖിലാഫില്ല, മക്കിയാണെന്നുള്ളതിൽ ഖിലാഫില്ല. വല്ലുഹ ഐ അവ്വലിൻ നഹാർ, പകലിന്റെ തുടക്കത്തെ തന്നെയാണ് സത്യം. അപ്പൊ വല്ലുഹ എന്ന് പറഞ്ഞാൽ പൂർവാഹ്നത്തെ തന്നെയാണ് സത്യം, പ്രഭാത വേളയെ തന്നെയാണ് സത്യം, ളുഹ സമയത്തെ തന്നെയാണ് സത്യം. എല്ലാം വെക്കാം. വല്ലുഹ
അല്ലെങ്കിൽ ഔ കുല്ലിഹി, ആ പകല് മുഴുവത്തെ തന്നെയുമാണ് സത്യം. അങ്ങനെ അർത്ഥം വെക്കാം. അപ്പൊ പ്രഭാതവേള എന്നർത്ഥം വെക്കാം, പകല് മുഴുവനും അർത്ഥം വെക്കാം. ഉള്ളുഹ അതിനെ തന്നെയാണ് സത്യം. വല്ലൈലി, രാത്രിയെ തന്നെയുമാണ് സത്യം. ഇദാ സജാ, ആ ഇരുള് ശാന്തമാകുന്ന സന്ദർഭത്തിൽ, സജാ അത് ശാന്തമാകുന്ന സന്ദർഭത്തിൽ. അതാണ് രണ്ടാമത്തെ തഫ്സീർ. ഒന്നാമത്തെ തഫ്സീർ ഖത്വാ ബിളരാമിഹി, അതിന്റെ ഇരുളുകൊണ്ട് എല്ലാ വസ്തുക്കളെയും അത് മൂടിയാൽ. അപ്പൊ രണ്ടർത്ഥം വെക്കാം. വള്ളുഹ, പൂർവാഹനത്തെ തന്നെയാണ് സത്യം, പ്രഭാതത്തെ തന്നെയാണ് സത്യം, പകലിനെ തന്നെയാണ് സത്യം. വല്ലൈലി, രാത്രിയെ തന്നെയുമാണ് സത്യം. ഇദാ സജാ, സർവ്വ വസ്തുക്കളെയും അത് മൂടുന്ന സന്ദർഭത്തിൽ. അല്ലെങ്കിൽ സകന, അത് ശാന്തമാകുന്ന സന്ദർഭത്തിൽ. പകലിനെയും രാത്രിയെയും സത്യം പിടിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് എന്താ? മാ വദ്ദഅക, നബിയേ, അങ്ങയെ റബ്ബ് അകറ്റിയിട്ടില്ല, അങ്ങയെ റബ്ബ് വെടിഞ്ഞിട്ടില്ല. മാ വദ്ദഅക, അങ്ങയെ വെടിഞ്ഞിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. അങ്ങയെ അല്ലാഹു അകറ്റിയിട്ടില്ല. ഐ തറക്കക, നബിയെ അങ്ങയെ അല്ലാഹു തആല ഉപേക്ഷിച്ചിട്ടില്ല. വമാ ഖലാ, അല്ലാഹു അങ്ങയോട് വെറുപ്പുമായിട്ടില്ല, അങ്ങയെ അല്ലാഹു വെറുത്തിട്ടുമില്ല. മാ വദ്ദഅക, നബിയെ അങ്ങയെ അല്ലാഹു തആല വെടിഞ്ഞിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. റബ്ബുക, അങ്ങയുടെ രക്ഷിതാവ്. വമാ ഖലാ, അല്ലാഹു അങ്ങയെ വെറുത്തിട്ടുമില്ല. അയബ്ഗലക, അങ്ങയെ റബ്ബ് വെറുത്തിട്ടുമില്ല. ഖലായഖ്ലീനാഫീല്, എന്താണ് ഈ സംഭവം? എന്തിനു വേണ്ടിയാണ് ഈ വിഷയം പറഞ്ഞത്? നോക്കുക. നസലഹാദ, ഈ വിഷയം ഇറങ്ങിയത് ലമ്മാ ഖാൽ കുഫാറു, സത്യനിഷേധികൾ പറഞ്ഞു, ഇന്ദ താഖുൽ വഹയി, വഹയെ പിന്തിയ നേരത്ത്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വഹയി ഏൽപ്പിക്കൽ പിന്തി 15 യൗമൻ, 15 ദിവസം പിന്തി. അപ്പൊ അവര് പറഞ്ഞു, ഖാലന്റെ മഖൂലാണ്, ഇന്ന റബ്ബക വദ്ദഅഹു വഖരാഹു, അവന്റെ നാഥൻ അവനെ വെടിയുകയും വെറുക്കുകയും ചെയ്തു പോയിട്ടുണ്ട് എന്ന് അവര് ദുരാരോപണം നടത്തി. അപ്പോഴാണ് വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, ഒരിക്കലും അല്ലാഹു തആല അങ്ങയെ വെടിഞ്ഞിട്ടുമില്ല, വെറുത്തിട്ടുമില്ല, ഉപേക്ഷിച്ചിട്ടുമില്ല. 13 ദിവസമാണ്, അല്ല 10 ദിവസമാണ്. മുഖാത്തിൽ തങ്ങൾ പറഞ്ഞത് 40 ദിവസമാണ്. പല അഭിപ്രായങ്ങളുണ്ട്. അതൊരു വഹയൊന്ന് പിന്തിയതാണ് വിഷയം. അള്ളാഹു പറയുന്നു, വലല്ലാഖിറത്തു, പരലോകമാകുന്നത്, ഖൈറുൽ ലക നബിയെ, നിങ്ങൾക്ക് ആ പരലോകമാണ് ഏറ്റവും ഉത്തമം, മിനൽ ഊലാ, ഇഹലോകത്തെക്കാളും. ഇഹലോകത്ത് പലതും സംഭവിക്കും, അവർ പലതും പറയും, പല പ്രയാസങ്ങളും നേരിടേണ്ടി വരും, പല വിഷമങ്ങളും തരണം ചെയ്യേണ്ടി വരും. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, പരലോകത്ത് റബ്ബ് തആല നിങ്ങൾക്ക് തരാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളും വലിയ വലിയ നേട്ടങ്ങളും മേന്മകളും അത് നബിയെ ഇവിടത്തെ ദുനിയാവിലുള്ള സർവ്വത്തിനേക്കാളും ഉത്തമമാണ്. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ ലിമാ ഫീഹാ മിനൽ കറാമാതി ലക, അങ്ങേക്ക് ബഹുമാനാദരപൂർവ്വം അല്ലാഹു നൽകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിനു വേണ്ടി ദുനിയാവിനേക്കാളും പരലോകമാണ് നിങ്ങൾക്ക് ഖൈർ. വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ, വലസൗഫ യുഅതീ, ഇറക നബിയെ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും അല്ലാഹു നിങ്ങൾക്ക് ആഖിറത്തിൽ മിനൽ ഖൈറാത്തി, നന്മകളിൽ നിന്ന്, അത്വാഅൻ ജസീലാ, വിശാലമായ നൽകൽ നിങ്ങൾക്ക് എമ്പാടും അല്ലാഹു തആല നൽകും. അതുകൊണ്ട് അങ്ങേക്ക് വലിയ സന്തുഷ്ടതയുണ്ടാകും, അങ്ങ് തൃപ്തിപ്പെടുകയും ചെയ്യും നബിയേ. ഈ ആയത്തിറങ്ങിയപ്പം ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൻ ആ സമയത്തൊന്നും ലാ അർള, ഞാൻ പൂർണ്ണമായ സംതൃപ്തനാകൂല റബ്ബേ, വവാഹിദുൻ മിൻ ഉമ്മത്തി, എന്റെ മുസ്ലിമീങ്ങളായ ഉമ്മത്തികളിൽ നിന്നുള്ള, ഇജാബത്തിന്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരാളെങ്കിലും ഫിന്നാറ്, നരകത്തിലായിരിക്കെ,
എനിക്ക് റിള വരൂലല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലാണോ, പക്ഷേ എന്റെ ഇജാബത്തിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിലുണ്ടാകുമ്പോ എനിക്ക് വലിയ ദുഃഖമല്ലേ എന്ന് പറഞ്ഞു. ഇവിടെ വരെ തമ്മ ജവാബുൽ ഖാസമി, ഖസമിന്റെ ജവാബ് കഴിഞ്ഞു. മുസ്ബത്തൈനി, 2 മുസ്ബത്തും പറഞ്ഞു, ബാദ മംഫി 2 മംഫിന്റെ ശേഷം, മാ വദ്ദാക വമാ ഖല 2 മംഫി പറഞ്ഞു. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല 1, വലസൗഫ യുഅ്തിക റബ്ബുക ഫതർളാ 2. ഇത് 2ഉം മുസ്ബത്തും പറഞ്ഞു. ഇതോടുകൂടെ സത്യത്തിന്റെ ജവാബ് അവിടെ പൂർത്തിയായി. അല്ലാഹു തആല പറയാണ് പിന്നെ, അലം യജിദ്ക യതീമൻ ഫആവാ ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അലം യജിദ്ക, ബഹുമാനപ്പെട്ട നബിയെ, അങ്ങേ അല്ലാഹു തആല എത്തിച്ചില്ലേ യതീമൻ, അനാഥനായി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അബ്ദുള്ള എന്ന പിതാവ് മരണപ്പെട്ടു. അപ്പോ അനാഥരായാണ് കുഞ്ഞ് ജനിക്കുന്നതും വളരുന്നതും. എന്തേ കാരണം? അതന്നെ പറയണത്. അലം യജിദ്ക യതീമ ഐ വജദക യതീമൻ, അങ്ങ് അനാഥനായി അള്ളാഹു അങ്ങേ എത്തിച്ചു. ബിഫഖ്ദി അബീക, അങ്ങയുടെ ഉപ്പ മരണപ്പെടൽ കൊണ്ട്. ഖബല വിലാദതിക, അങ്ങയുടെ ജന്മത്തിന്റെ മുമ്പ്. അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ജന്മത്തിന്റെ 2 മാസം മുമ്പ് എന്നാണ് ഏറ്റവും പ്രബലം. ഔ ബഅദഹ, നബി തങ്ങൾ ജനിച്ചതിന്റെ ശേഷം 2 മാസം കഴിഞ്ഞാണ് പിതാവിന്റെ മരണം എന്നും അഭിപ്രായമുണ്ട്. അത് അപ്രബലമാണ്, പ്രബലം അല്ല. അങ്ങനെ ഫആവാ, അങ്ങേക്ക് അല്ലാഹു തആല ആശ്രയം തന്നു. ബിഅൻ ദമ്മക ഇലാ അമ്മിക അബീ ത്വാലിബിൻ, അങ്ങയുടെ പിതൃ സഹോദരനായ അബൂ ത്വാലിബിലേക്ക് അങ്ങയെ അല്ലാഹു തആല ചേർത്തി തന്നു. സ്വപിതാവിനെ പോലെ അങ്ങയെ ബഹുമാനപ്പെട്ട അബൂ താലിബ് വാത്സല്യപൂർവ്വം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് തങ്ങളെ വളർത്തി. അബൂ താലിബ് ബഹുമാനപ്പെട്ട നബിയെ അതിരറ്റ് സ്നേഹിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, അഭയം കൊടുത്തിട്ടുണ്ട്. ശത്രുക്കളെ തൊട്ട്, വാക്കിനെ തൊട്ടും, പ്രവർത്തനങ്ങളെ തൊട്ടും, മർദ്ദനങ്ങളെ തൊട്ടും പൂർണ്ണമായും അല്ലാഹു തആലാന്റെ ഇതിന് പ്രകാരം അബൂ താലിബ് ബഹുമാനപ്പെട്ട മുത്തനബിയെ സംരക്ഷിച്ചിട്ടുമുണ്ട്. എന്നല്ല, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന ലൗലൽ മലാമതു വഹിദാറു മസബ്ബതി ലവജത്തനി സംഹം ബിദാക മുബീന. നിന്റെ മതവും പ്രത്യയശാസ്ത്രവും സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് മുഹമ്മദേ. പക്ഷെ ഞാനെങ്ങാനും നിന്റെ മതത്തിൽ കൂടിയാല് മുൻഗാമികളായ പിതാക്കളെ മാർഗത്തെ ഞാൻ ഒഴിവാക്കിയവനാണെന്ന് നാട്ടിലെ പ്രമാണിമാർ പറയുമോ എന്ന ഭയം കാരണമാണ് ഞാൻ അങ്ങേക്ക് വരാത്തത്. പക്ഷെ ഞാൻ വന്നിട്ടില്ലെങ്കിലും ഞാൻ എന്റെ കൂടെയുള്ളതായി കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മണ്ണിൽ തലകുത്തുന്നത് വരെ അന്നൊരു കുട്ടിക്ക് തൊടാൻ കഴിയൂല, അന്നെ ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി ബഹുമാനപ്പെട്ട മുത്തനബി അബൂ താലിബ് സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഈമാൻ കൊണ്ടിട്ടില്ല എന്നാണ് നവവി ഇമാം പറഞ്ഞത്. പക്ഷെ ഇമാം ജൈനി ദഹലാൻ അടക്കം ശംസുല്ലമ അടക്കം പല ആളുകളും അദ്ദേഹം ഉള്ളിൽ വിശ്വസിച്ച ആളാണ്, മുഅ്മിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നവവി ഇമാമൊക്കെ പറഞ്ഞത് അബൂ താലിബ് ഈമാൻ കൊണ്ടിട്ടില്ല എന്ന്. അതിന്റെ കൂടെയാണ് നമ്മൾ ഉള്ളത്. മറ്റത് ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങളാണ് എന്ന നിലയ്ക്ക് നമുക്ക് അതർഹിക്കുന്ന വിധത്തിൽ അതിനെ മാനിക്കാം. അപ്പം ബഹുമാനപ്പെട്ട നബി തങ്ങൾ ജനിക്കുന്നത് യത്തീമായിട്ടാണ്. ഇസ്ലാമിലെ ഒന്നാമത്തെ യത്തീം അങ്ങനെ പണ്ടൊരു ലേഖനം ഉണ്ടായി. അങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി പറയരുത്. ഇസ്ലാം എന്നുള്ളത് 2 നിലക്ക് ഉദ്ദേശിക്കും. ആദം നബി അലൈഹി സ്വലാം മുതൽക്ക് ഇന്നോളം വരെയുള്ള സത്യമതങ്ങൾക്കൊക്കെ ഇസ്ലാം എന്നറിയാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി തന്നെ, ഇബ്രാഹിം നബിന്റെ മുമ്പ് ഒക്കെ ഉണ്ടല്ലോ മുസ്ലിമീങ്ങളും മോമിനീങ്ങളും. അവർക്കൊക്കെ മോമിനീങ്ങളൊന്നും പറയാം, മുസ്ലിമീങ്ങളൊന്നും പറയാം. അവിടെ പ്രത്യയശാസ്ത്രത്തിന് മതത്തിന് ഇസ്ലാം, ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞല്ലോ. ആ ഇസ്ലാം ആദം നബി മുതൽക്ക് സത്യപ്രസ്ഥാനം ആഖിർ സമാന് വരെ നിലനിൽക്കുന്ന സത്യപ്രസ്ഥാനത്തിനൊക്കെ എന്താണ് ആ സത്യമതം. ആ മതത്തിന് ഏത് പ്രവാചകന്മാരുടെ ഏത് ശരീഅത്താവട്ടെ അതൊക്കെ എന്താണ് ഇസ്ലാം. മറ്റൊന്ന് ബഹുമാനപ്പെട്ട മുത്തനബി കൊണ്ടുവന്നതിന് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയും പറയും. ഏതായാലും ഇസ്ലാമിലെ ആദ്യത്തെ യത്തീമാരല്ല, ബഹുമാനപ്പെട്ട മുത്തനബിയല്ല. കാരണം
ആദം നബി മുതൽക്ക് കൂട്ടുകയാണെങ്കിൽ മുത്തനബിന്റെ മുമ്പത്ര വ്യക്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുത്തനബിന്റെ അവിടുന്ന് കിട്ടുന്ന ദാപത്തിന്റെ ശേഷമാണ് നമ്മൾ ഇസ്ലാം കൂട്ടുന്നത് വെച്ചാൽ 40 വയസ്സോട് കൂടെയാണ് നുബുവത്ത് കിട്ടിയ മുതൽക്കാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ എന്താണില്ല, ഇസ്ലാമിലെ ആദ്യത്തെ യത്തീം എന്നുള്ളത് അബദ്ധവാദമാണ്. അല്ലെങ്കിൽ ഈ യത്തീം പറഞ്ഞ അത്രത്തുള്ളൂ. ഇപ്പൊ കുറെ ആൾക്കാരുണ്ട്, കുറച്ച് പൊട്ടന്മാര്, ഞാൻ യത്തീംകുട്ടിനെ കല്യാണം കഴിക്കാൻ നീർച്ചയാക്കി. ആ നീർച്ച തന്നെ ശരിയാവില്ല. യത്തീംകുട്ടിനെ കല്യാണം കഴിക്കുക പറഞ്ഞ പുണ്യല്ല. യത്തീംകുട്ടിനെ ഒരു കുർബത്ത്, ഒരു പുണ്യമായ കാര്യം ഇൽത്തിസാം ചെയ്യുമ്പോഴാണ് നീർച്ചയാണ്. ഞാനൊരു യത്തീംകുട്ടിനെ കല്യാണം കഴിക്കാൻ നീർച്ചയാക്കി പറഞ്ഞ നീർച്ച എന്തല്ല, ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരാൾ പറഞ്ഞു പോയാൽ അത് നിർവഹിക്കൽ, അങ്ങനെ തന്നെ കണ്ടെത്തുക എന്നുള്ളത് ബാധ്യതയും നിർബന്ധവും അല്ല. അതോടുകൂടെ തന്നെ പ്രായപൂർത്തിയോടുകൂടെ യത്തീം എന്നുള്ള പേര് കഴിഞ്ഞു. ബാപ്പ മരിച്ചുപോയ കുട്ടിനെ കെട്ടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും എന്തു വേണം? മുജിറായ വലിയ അല്ലെങ്കിൽ ആരൊക്കെ അധികാരമുള്ളൂ? പ്രായപൂർത്തി എത്തണം. ആങ്ങളെ കെട്ടിക്കാണെങ്കിലും എളാപ്പയാണെങ്കിലും മൂത്താപ്പയാണെങ്കിലും എന്ത് വേണം? പ്രായപൂർത്തിയാണം. എങ്ങനെയാലും പ്രായപൂർത്തിയാവലോടുകൂടെ യത്തീമേ അല്ല. ഞാൻ യത്തീംകുട്ടിക്ക് നിർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് പ്രായപൂർത്തിയാകാത്ത കുട്ടിന്റെ വിഷയത്തിലേക്ക് ചെലവഴിക്കുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, നീർച്ച കൂടുള്ളൂ. കാരണം യത്തീംകുട്ടി എന്ന് പറഞ്ഞാൽ ഏതുവരെ പറയുള്ളൂ? പ്രായപൂർത്തിയാണ്. അല്ലെങ്കിൽ അപ്പൊ നമ്മളൊക്കെ യത്തീമല്ല, വാപ്പ മരിച്ചു എന്ന് പറഞ്ഞാണ്ട് എത്ര നാട്ടിലെ ഈ കാരണന്മാരും വയസ്സന്മാരും ഒക്കെ യത്തീം എന്ന് പറയും വിടുവോ? യത്തീം പറയണമെങ്കിൽ പ്രായപൂർത്തിന്റെ മുമ്പ്, പിതാവ് മരണപ്പെട്ട ബുലൂഗിന്റെ മുമ്പുള്ള ആൾക്ക് മാത്രമേ ആണായാലും പെണ്ണായാലും യത്തീം പറയുള്ളൂ. അപ്പൊ യത്തീംകുട്ടിനെ കല്യാണം കഴിക്കാറ് സംഗതി ശരിയാവില്ലാന്ന്. കാരണം 15 വയസ്സാകാത്ത അല്ലെങ്കിൽ ഋതുമതിയാകാത്ത ഒരു 13-14 വയസ്സിലൊക്കെ പെൺകുട്ടിയൊക്കെ മിക്കവാറും ഒക്കെ മനസ്സിലുണ്ടാവും. അതിന്റെ മുമ്പ് അപ്പൊ 13-ന്റെയും 12-ന്റെയും വയസ്സിന്റെ മുമ്പ് വാപ്പ മരിച്ച കുട്ടികളെ കെട്ടുക നടത്തം വെക്കേണ്ടി വരും. അതൊന്നും എന്തല്ല, ശരിയല്ല. അതൊക്കെ നാട്ടുനടപ്പായിട്ട് അബദ്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോണതാണ്. യത്തീംകുട്ടിനെ കെട്ടാൻ നിർത്തിയാക്കി, ഞാൻ കെട്ടിയ യത്തീംകുട്ടിനെയാണ്, അതൊന്നും എന്തല്ല, ശരിയല്ല. ഏതാവട്ടെ, ഇസ്ലാമിൽ ആദ്യത്തെ യത്തീം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഏതായാലും ബഹുമാനപ്പെട്ട നബി അങ്ങ് അനാഥനായിരുന്നു. പക്ഷേ ആ അനാഥത്വം ഒരിക്കലും തന്നെ ജീവിതത്തിൽ പ്രകടമാകാത്ത വിധം അങ്ങേക്ക് വേണ്ടതെല്ലാം നൽകി, അങ്ങേ പിതൃതുല്യ സ്നേഹം നൽകി വാത്സല്യത്തോടെ വളർത്തി അബൂ താലിബ്. അതാണ് പറഞ്ഞത്, അലം യജിദ്ക യതീമൻ ഫആവാ. ഞാൻ നമ്മക്കയില അമ്മിക്ക് അബീ താലിബിലേക്ക് അങ്ങേ ചേർത്തി തന്നു. വവജദക അല്ലാഹു തആല അങ്ങേ എത്തിച്ചു അല്ലൻ, ഇന്ന് അങ്ങ് സ്ഥിതി ചെയ്യുന്ന വഴി അറിയാതെ. ശരിയാണ്. കാരണം വഹിയില്ല, അള്ളാഹുവിൽ നിന്നുള്ള യഥാർത്ഥമായ ശരീഅത്തില്ല. മക്ക പ്രദേശത്ത് എന്താണ് യഥാർത്ഥമായ ഹക്ക് എന്ന് അറിഞ്ഞുകൂടാ. മദ്യത്തിന്റെയും മധുരാക്ഷിയുടെയും അക്രമത്തിന്റെയും അശാന്തിയുടെയും ഒരു ലോകമല്ല മക്ക. അപ്പൊ ലാല് പറഞ്ഞ വഴിപഴച്ചവൻ ഒരിക്കലും അർത്ഥം വെക്കരുത്. പിന്നെന്തേ അർത്ഥമുള്ളൂ? രണ്ടർത്ഥം. ഒന്നിരിക്ക ബഹുമാനപ്പെട്ട ശംസുലും കൂടെ അർത്ഥം വെക്കാറുണ്ട്. ഒരിക്കൽ നബി യാത്ര പോകുമ്പോൾ വഴി പഴച്ചു. ആ വഴി പഴച്ചു ആരാലും ഭയപ്പെടേണ്ട ഒരു ഘട്ടമാണ്. പക്ഷെ അള്ളാഹു തആല അത്യത്ഭുതകരമായ വിധം ബഹുമാനപ്പെട്ട നബിക്ക് വഴി അറിയിച്ചു കൊടുത്തു. ആ എന്നൊരു യാത്ര പോണ നേരത്ത് വഴി പഴച്ചപ്പം നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നത് വലിയ അനുഗ്രഹം. ആ അനുഗ്രഹം എടുത്തു പറയാണ് അള്ളാഹു തആല വജദക അല്ലൻ ഫഹദ. നിങ്ങൾ മുമ്പൊരിക്കൽ വഴി പഴച്ചു പോയപ്പം, ചരിത്രത്തിൽ അങ്ങനെ ഉണ്ട്, ആ വഴി പഴച്ചു പോയപ്പം അള്ളാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തി തന്നില്ലേ നബിയെ എന്നർത്ഥം വെക്കുക. അല്ലെങ്കിലോ അങ്ങനെ തന്നെ. വാല്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് പിഴച്ചു പോകുക എന്ന് മാത്രമല്ല വലാലത്ത്. ലുഗ്വിയമായ വാല് യഥാർത്ഥ വഴി അറിയാതെ. ഏതാണ് അറിയില്ല. നുബുവത്തിന്റെ മുമ്പ്, വഹയിന്റെ മുമ്പ്, അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം നൽകുന്നതിന്റെ മുമ്പ് ഈ വഴി ആർക്കറിയില്ല? ബഹുമാനപ്പെട്ട മുത്തനബിക്കും അറിയില്ലല്ലോ, നുബുവത്തിന്റെ മുമ്പ് അറിയണില്ലല്ലോ. അതിനെക്കുറിച്ചാണ് ആ പറഞ്ഞത്. അല്ല അപ്പൊ എന്തർത്ഥായി? അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി തങ്ങളിത് പറയുന്നത്. ഇപ്പോ ഏതൊരു ശരീഅത്തിന്റെ മേലാണോ നിങ്ങളുള്ളത്, ആ ശരീഅത്തിനെ തൊട്ട് നിങ്ങൾ അറിയാത്തവരായിരുന്നു നബിയേ. ഫഹദ, അതിലേക്ക് നിങ്ങളെ അല്ലാഹു തആല ഹിദായത്താക്കി. വവജദക ഇലാ, സാമ്പത്തിക ക്ലേശത ഉടയവരായിട്ടാണ് നിങ്ങളെ അള്ളാഹ് എത്തിച്ചത്. ദരിദ്രൻ എന്നൊന്നും അർത്ഥം വെക്കരുത് കേട്ടോ. അങ്ങനൊന്നും പറയരുത്.
ആയിലേറാ ദരിദ്രൻ നടത്തുന്നുണ്ട്. പക്ഷെ നബിയെ നിങ്ങളെ അള്ളാഹു ദരിദ്രൻ, കാരണം ദരിദ്രൻ എന്ന് കേൾക്കുമ്പോഴേക്കാണ് എന്തോ ഒരു അപമര്യാദയായ അങ്ങനത്തെ ഒരു വാക്ക് നമ്മളെ ജനങ്ങളെ അങ്ങനെ മനസ്സിലാക്കി. ദരിദ്രൻ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തൊരു മോശം വരുന്ന വാക്ക് എന്തിനെ കുറിച്ച് പറയും? അസ്റഫുള്ളാഹിനെ കുറിച്ച് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അള്ളാഹു തആല അങ്ങേ എത്തിച്ചു ആയില, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരായിട്ട്, ഐ ഫഖീറ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരായി അങ്ങേ അള്ളാഹു എത്തിച്ചു. ഫഅഗ്ന, സാമ്പത്തികമായ എല്ലാ ഐശ്വര്യവും അള്ളാഹു നിങ്ങൾക്ക് നൽകി. അയഗ്നാക, നിങ്ങളെ അള്ളാഹു തആല ഐശ്വര്യവാനാക്കി. ബിമാ ഖനഅക ബിഹി, നിങ്ങളെ അള്ളാഹു തആല ഏതൊരു മുതൽ തന്ന് തൃപ്തിപ്പെടുത്തിയോ മതിയാക്കി തന്നോ ആ മുതൽ കൊണ്ട് മിൽ ഗനീമത്തിനാലും ഖൈറിനാലും. ഹദീസിലുണ്ട് ലൈസൽ ഗിന അൻ കസറത്തിൽ അറവ് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. രണ്ട് മറുപടിയാണ് ഇവിടെ പറയുന്നത്. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു നബിക്ക്, ഫഅഗ്ന, ആ ബുദ്ധിമുട്ട് അള്ളാഹ് തീർത്തു തന്നു എന്ന് പറഞ്ഞ രണ്ട് നിലക്കാണ്. ഒന്ന്, ഗനീമത്ത് സ്വത്തും മറ്റുകൊണ്ട് കൊടുത്തിട്ട് എമ്പാടും സാമ്പത്തികമായിട്ട് തന്നെ അള്ളാഹു തആല ബഹുമാനപ്പെട്ട മുത്തനബിക്ക് കൊടുത്തിട്ട് ശരിക്ക് ഗനിയായിട്ടുണ്ട് നബി. ഒന്നുകില്ല അങ്ങനെ. രണ്ടാമത്തെ അർത്ഥാണ് ഇവിടെ ഗനിയ് എന്നുള്ളത് കൊണ്ടുള്ള വിവക്ഷ സാമ്പത്തികമായ വലിയ ആധിക്യം കൊണ്ടുള്ള ഹിനയല്ല, മനസ്സിനാണ് ഹിന വരേണ്ടത്. കണ്ടോ, ഹദീസിലുണ്ട് ലൈസൽ ഹിന, ഐശ്വര്യം എന്നുള്ളതല്ല, സാമ്പത്തികം എന്നുള്ളതല്ല, കസറത്തിൽ അറളി, കുറേ സാധനങ്ങൾ വസ്തുക്കൾ ഉണ്ടാവുക എന്നതിനെ തൊട്ടുണ്ടാകുന്നതല്ല. വലാകിന്നൽ ഗിന, ഗിന എന്ന് പറഞ്ഞാൽ ഗിന നഫ്സി, മനസ്സിന്റെ പരാശ്രയരാഹിത്യാണ്. അൽഹംദുലില്ലാഹ് എനിക്കെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ബഹുമാന്യരായ ഉസ്താദ് 50ാം വാർഷികം ദർസ് നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് എനിക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാ? നമ്മൾ ഈ മേലെണ്ണം കൊതി ഉണ്ടാകുമ്പോഴും അതുപോലെയാകണം ഇതുപോലെയാകണം എന്ന് പറയുമ്പോഴല്ലേ. ഇപ്പൊ എന്റെ അടുത്ത് 60,000 റുപ്യന്റെ ഒരു പഴയ മാരുതി കാറാ, എന്റെ ആവശ്യത്തിനത് മതിയല്ലോ അൽഹംദുലില്ലാഹ് എന്ന് വെക്കുമ്പം ഗിനൻ നഫ്സാണ്. നേരെ മറിച്ച് എല്ലാരും കണ്ടോ അത് കൊണ്ടുപോണ്, എല്ലാരും കണ്ടോ വലിയ വണ്ടി കൊണ്ടുപോണ്, എല്ലാം ഇപ്പൊ ഇന്നോവയാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ്, എന്റെ അവസ്ഥ എന്താ എന്ന് തോന്നുമ്പോഴാണ് ഒന്നും മതിയാകാതിരിക്കുക. എല്ലാവരും നല്ല നല്ല വീടുകൾ എടുത്തു, എനിക്കതൊന്നും ഇല്ലല്ലോ, എനിക്കത് വേണം എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എന്ത് വരിക? മനസ്സിന് വിഷമങ്ങൾ വരിക. പക്ഷെ അൽഹംദുലില്ലാ ചോറില്ലെങ്കിലും കഞ്ഞി വെക്കാൻ അള്ളാഹു വക തന്നല്ലോ, എന്നാലും കുട്ടികൾ പട്ടിണി കിടന്നിട്ടില്ലല്ലോ, അൽഹംദുലില്ലാ മാംസം വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും മത്തി വാങ്ങുന്നുണ്ടല്ലോ, കുട്ടികൾക്ക് പട്ടിണി ഇല്ലല്ലോ എന്ന മനസ്സ് വന്നാൽ അതാണ് ഗിനൻ നഫ്സ്. ഈ ഗിനൻ നഫ്സാണ് യഥാർത്ഥ. എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, പോരാന്ന് തോന്നിയാൽ യൂസുഫ് അലിക്കൊന്നും ചിലപ്പോൾ ഉറങ്ങാൻ നേരം ഉണ്ടാവൂല. കാരണം ഒരു സ്ഥലത്തല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, അവിടെ അല്ലെങ്കിൽ ഇവിടെ, അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്, അപ്പുറത്ത് ഇവിടത്തൊക്കെ നിയമങ്ങൾ, അവിടെ ആരോ കേസ് കൊടുത്തു, അവിടെ പണിക്കാരെ പിരിച്ചുവിട്ടു, മനസ്സിന് വിഷമങ്ങളേക്കാറ്. സാമ്പത്തികം എത്ര കണ്ട് ഉണ്ടാകുന്നുണ്ടോ അത്ര കണ്ട് വിഷമങ്ങൾ എന്നല്ലാതെ അതുകൊണ്ടൊന്നും എന്ത് വന്നോളന്നില്ല, മനസ്സിന് സമാധാനമോ ഹിനൻ നഫ്സോ വരില്ല. ഹിനൻ നഫ്സ് വരാൻ നമ്മളെ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ പോലെ കല്ലിയത്ത് ഉസ്താദ് അൽഹംദുലില്ലാ ആ കിട്ടിയത് കൊണ്ട് തൃപ്തി കൊള്ള അൽഹംദുലില്ലാ അത് മതി എന്ന് പറഞ്ഞാൽ ഹിനൻ നഫ്സ്. അതാണ് ഇവിടെ ഉദ്ദേശം. അതാണ് സത്യത്തിൽ അല്ലാഹുമ്മ അഅ്ജിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഅശുർനി ഫീ സുംറത്തിൽ മസാക്കീൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് സാമ്പത്തികം അല്ല അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് പ്രബല അഭിപ്രായം. തുഷൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ അഅ്ജിനി മിസ്കീനൻ എന്നാണ് വിനയാന്വിതനായി എന്നെ നീ ജീവിപ്പിക്കുക. അല്ലാഹുമ്മ അഅ്ജിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ, വിനയം. സമ്പത്തുണ്ടെങ്കിലും എന്താ വേണ്ടത്? ആ ഒരു വിനയം, ആ ഒരടക്കം, ആ ഒരു ഒതുക്കം. മസ്കനത്തുൽ ഖൽബ് ആണ് അവിടെ ഉദ്ദേശം. അപ്പൊ മിസ്കീൻ പറഞ്ഞ മസ്കനത്ത് സത്യത്തിൽ നബിന്റെ ദുആയിലൊക്കെ മസ്കനത്തുൽ ഖൽബ് ആയതുപോലെ തന്നെ ഇവിടെ ഗനിയ് എന്നുള്ളത് കൊണ്ടുള്ള ഗിനോടുള്ള ഉദ്ദേശം എന്ത് ഗിനയാണ്? ഗിനൻ നഫ്സാണ് നോക്കുക. രണ്ടും തഫ്സീർ പറ്റും. അപ്പം അങ്ങൊരു യതീമായിരുന്നു, അങ്ങ് അനാഥ ബാലനായിരുന്നു, ഉപ്പയില്ലാത്ത പ്രയാസം സഹിച്ചവരാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ നബിയെ ഫഅമ്മൽ യതീമ, ലോകത്തുള്ള ഒരു യതീമിനെയും ഫലാ തഖ്ഹർ, നിങ്ങൾ ഒതുക്കിക്കളയരുതേ.
ബിഅഖ്ദിമാരി അദ്ദേഹം ആ കുട്ടിയുടെ മുതൽ പിടിച്ചെടുക്കൽ കൊണ്ടോ അല്ലാത്ത മാറ്റു വിധേനയോ ഒരിക്കലും യതീം കുട്ടികളെ ഒതുക്കുക, അവരെ അടിച്ചമർത്തുക, നേരെ ഖഹാറ് ഖഹ്ർ എന്നാൽ അടക്കി ഭരിക്കുക, ഒതുക്കി നിർത്തുക എന്നാണ്. അപ്പൊ അവരെ ഒരിക്കലും താഴ്ത്തി കെട്ടുന്ന ഒരു പ്രവർത്തനങ്ങളോ വാക്കോ അങ്ങയിൽ നിന്ന് ഉണ്ടാവരുത്. അമ്മസായില, ഏത് ചോദിച്ചു വരുന്നവരോടും ഏത് യാചകരോടും ഏതൊരാവശ്യമെന്ന് പറയുന്നവരോടും ഫലാ തഖ്ഹർ ഫലാ തൻഹർ, അവരെ നിങ്ങൾ വിരട്ടിയോടിക്കരുത് നബിയേ. നഹറവ നേരെ വിരട്ടി ഓടിച്ചു എന്നാണ് ഇവിടെ അർത്ഥം. അവർക്ക് അപ്രീതി ഉണ്ടാക്കുന്ന വാക്ക്, അതൃപ്തി ഉണ്ടാക്കുന്ന വാക്ക് അവരോടൊരിക്കലും ഉപയോഗിക്കരുത് നബിയേ. അതായത് ഫലാ തൻഹർ ലിസജ്രിഹി ലിഫഖരിഹി, സാമ്പത്തിക ശേഷി ഇല്ല എന്നതിന് വേണ്ടി ഫലാ തസ്ജുർഹു അല്ലേ, ഫലാ തൻഹറല്ല തസ്ജുർഹു ലിഫഖരിഹി, ഓൻ ദരിദ്രനാണല്ലോ സാമ്പത്തികമില്ലാത്തവനാണല്ലോ എന്നുള്ള നിലക്ക് അപ്രീതി ഉണ്ടാക്കുന്ന തൃപ്തിയില്ലാതെയാക്കുന്ന ഒരു വാക്കും അവരോട് ഉപയോഗിക്കാൻ പാടില്ല. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അങ്ങേക്ക് അത്ര വലിയ നിയമത്താണ് അള്ളാഹു തആല നൽകിയത്. അള്ളാഹു നൽകിയ നിയമത്ത് കൊണ്ട് ഫഹദ്ദിസ് നബിയെ നിങ്ങൾക്കത് ആ ഉദ്ദേശപ്രകാരം എടുത്തു പറയാം. അള്ളാഹു ചെയ്ത എടുത്ത ഗുണങ്ങൾ നല്ല നിയ്യത്തോടുകൂടെ എടുത്തു പറയാം. അൽഹംദുലില്ലാഹ്, ഞാൻ വലിയ പ്രയാസത്തിലായിരുന്നു, അങ്ങനെ ഞാൻ MBA ചെയ്യാൻ ഗൾഫിൽ പോയി. 2010 വരെ 30 കൊല്ലം ഞാൻ സൗദിയിൽ നിന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എനിക്ക് കുറെ മുതലുണ്ടായി, കുട്ടികൾക്കൊക്കെ ഞാൻ പെരെടുത്തു കൊടുത്തു. ഇങ്ങനത്തെ നിയമത്ത് എന്നുള്ള നിലക്ക് പറയാം. വമ്പത്തരം വൽപ്പത്തരം അല്ലെങ്കിൽ ദുരഭിമാനം എന്നുള്ള നിലക്ക് പറയല് ഹറാമാണ്, അത് ഹൃദയം ചീത്തയാവും. അള്ളാഹു ചെയ്തു തന്ന നിയമത്ത് എന്നുള്ള നിലക്ക് അൽഹംദുലില്ലാഹ് വലിയ നിയമത്തിലാണ്, അങ്ങനെ എനിക്ക് ചെയ്ത് അള്ളാഹു തരത്തന്നെ ചെയ്തു തന്നു, ഞാൻ ജനങ്ങൾക്ക് പരമാവധി ഞാനൊക്കെ അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നീ പറഞ്ഞാലും ഏത് നല്ല ഉദ്ദേശപ്രകാരം സുമഅത്ത് റിയാ ഇല്ലാതെ തഹദ്ദുസും ബിനിയാമത്താണെങ്കിൽ അത് സുദീർഘമാണ്, ഒരു കേടുമില്ല. വമാ ബിനിയാമത്തി റബ്ബിക അലൈക, അങ്ങയുടെ മേലെ റബ്ബ് ചെയ്ത നിയമത്തുകളെ കൊണ്ട് ബിന്നുബുവത്ത് കൊണ്ടും വഗൈരിഹ അല്ലാത്തത് കൊണ്ടും ഫഹദ്ദിസ് യാ ഖബീർ, നിങ്ങൾ പറഞ്ഞേക്കു നബിയേ. ലമീറിന് ഇവിടെ കളയപ്പെട്ടു, ഫാസില് ഉദ്ദേശിച്ചതിന് വേണ്ടി. എവിടെയാണ് ലമീർ കളയപ്പെട്ടത്? ഉദിഫ ലമീറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ, അലം യജിദ്ക യതീമൻ ഫആവാക എന്ന് പറഞ്ഞില്ല, വവജദക ളാലൻ ഫഹദാക എന്ന് പറഞ്ഞിട്ടില്ല, വവജദക ഇലം ഫഅഗ്നാക എന്ന് പറഞ്ഞിട്ടില്ല. ചിലയിടത്തൊക്കെ ലമീർ കളഞ്ഞു. എന്തിനാണ്? അത് റിയായത്തുൽ ഫവാസിലി. അപ്പോഴൊക്കെ ഉള്ളൂ ലം യജിദ്ക യതീമൻ ഫആവാ വവജദക ഇലം ووجدك ضالا فهدى ووجدك عائلا فأغنى. അലിഫ് കൊണ്ടാണല്ലോ അവസാനം ഫാസിലുള്ളത്. അതൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ഈ ബഅദുൽ അഫ്ആൽ എന്ന് പറഞ്ഞാൽ അവാ ഹദാ അഗ്ന, ഇവിടെയൊക്കെ ഫാ കളഞ്ഞുപോയി. അമ്മാ ബി നിഅമത്തി റബ്ബിക, ബി നിഅമത്ത് പറഞ്ഞ ബാധിത താലക്ക് ശേഷമുള്ള ഹദ്ദിസ് എന്ന് പറഞ്ഞതിനോട്. അപ്പം സൂറത്തു വദ്ദുഹ അവിടെ മുതൽക്കാണ് ഇമാമുക്കും ബോധന